നമുക്ക് ഉറക്കില്ല പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങൾ ഉറക്കില്ല. ആരോപണങ്ങളൊന്നും കാര്യമില്ല. ആരോപണങ്ങൾ അത് തോൽപ്പിക്കാൻ വേണ്ടിട്ട് നല്ല മനുഷ്യൻ ജയിച്ചു കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് നമുക്ക് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ മുൻ MP ആയിരുന്ന പ്രതാപൻ ഇവിടെ കോൺഗ്രസിന്റെ ഭരണമാണ് പുതുക്കാട് കാഴ്ചവെക്കുന്നെങ്കിലും ഒരു രൂപയുടെ ഫണ്ട് കൊണ്ടുവരാൻ ഇവിടെ പഞ്ചായത്തിന് പറ്റിയിട്ടില്ല. എന്തായാലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. എന്താണ് ഈ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ബാക്കിയെല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നത്. ആളിവിടെ വന്നിട്ട് പെൻഷൻ മുടങ്ങിയെടുക്കാന്ന് പറഞ്ഞത് ആള് പെൻഷൻ ഇനി കേരള സർക്കാർ കൊടുക്കണ ഒരാൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി ആളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ സർക്കാർ സംവിധാനത്തിൽ പാർട്ടി സംവിധാനത്തിൽ ആളുടെ കയ്യിൽ പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായും ആൾക്കൊരു അധികാരം കിട്ടിയെങ്കിൽ അധികാരത്തിൽ കൂടെ ആളിൻ്റെ കുറേ കാര്യങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം വിജയിച്ചിരിക്കും. അതിനുവേണ്ടി രാവും പകലും നമുക്ക് ഉറക്കില്ല. ഉറക്കില്ല. ആള് പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങൾ ഉറക്കില്ല. ആരോപണങ്ങളൊന്നും കാര്യമില്ല. ആരോപണങ്ങൾ അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരും ഇതായിട്ട് പറയുന്ന കാര്യമില്ല. നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് മറ്റുള്ള പാർട്ടിക്കാർ ചെയ്താലും നമ്മൾ അംഗീകരിക്കും. പക്ഷെ അത് പ്രവർത്തനം ചെയ്യാനുള്ള സ്ഥാനാർത്ഥിയിലേക്കും മികച്ച സ്ഥാനാർത്ഥിയേക്കും വെറുതെ നമുക്ക് ട്രോളാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും വരും. നമ്മൾ ഫേസ്ബുക്കിലൊന്നും ഈ കമൻറ്റുകളോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇതിലെന്ന് പറയുന്നത് നമ്മൾ നല്ല പാർട്ടിയിലുള്ള ആളുകളെയാണ് പാർട്ടിയിലുള്ള ആളുകളെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? നല്ല മനുഷ്യൻ ജയിച്ചു കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ആർക്കും ആളെ മുമ്പിൽ ചെന്ന് മുട്ടാം. വാതിലടക്കില്ല ആള്. എന്ത് കാര്യം വേണമെങ്കിലും ചെന്ന് പറയാം. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് നമുക്ക് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ മുൻ MP ആയിരുന്ന പ്രതാപൻ ഇവിടെ കോൺഗ്രസിന്റെ ഭരണമാണ് പുതുക്കാട് കാഴ്ചവെക്കുന്നെങ്കിലും ഒരു രൂപയുടെ ഫണ്ട് കൊണ്ടുവരാൻ ഇവിടെ പഞ്ചായത്തിന് പറ്റിയിട്ടില്ല. ഞാൻ 6ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലേക്ക് നമ്മുടെ MP ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത MP ചെയ്യാത്തത് കൂടി സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ റോഡ് ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തോറ്റുപോയിട്ട് കൂടെ നമ്മുടെ പുതുക്കാടിനെയും അതുപോലെ തൃശ്ശൂരിനെയും ഒപ്പം ചേർത്ത് നിർത്തിയിട്ടാണ് ഈ 5 കൊല്ലം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് ചിന്തിച്ച വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അവർ തീർച്ചയായിട്ടും വികസനത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുക. വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ വോട്ടും സുരേഷ് ഗോപിക്ക് തന്നെയാണ് ഇപ്രാവശ്യം. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഈ പ്രാവശ്യം വോട്ടർമാരുമായതല്ല ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിരുന്നത്. നമ്മളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുൻപത്തെ പോലെയല്ല. നമുക്ക് സ്ഥാനാർത്ഥി നിർണയം നേരത്തെ സൂചന ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെ കിട്ടിയത്. അതിന് ആളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രവർത്തകരും ആത്മാർത്ഥമായി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ പ്രവർത്തകർ പോലും 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഉറക്കം വരിക. കാരണം ബോർഡുകളായിട്ടും ഫ്ലെക്സുകൾ ഒട്ടിക്കലായിട്ടും ഇതൊക്കെ ആയിട്ട് അത്രയും എനർജറ്റിക് ആയിട്ട് പഞ്ചായത്ത് ഇലക്ഷനെ വെല്ലുന്ന രീതിയിൽ അത്രയും പ്രവർത്തനങ്ങൾ ബൂത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തിൽ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഞങ്ങൾ കൊടുക്കും. അദ്ദേഹം എടുക്കുമെന്ന് പറയുന്നതല്ല, തൃശ്ശൂർക്കാർ ഞങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുക്കും. ഒരു MP പോലും സ്വന്തം ആൾക്ക് കിട്ടുന്ന വരുമാനം ആൾ സിനിമയിലെ അഭിനയിച്ചതായാലും ബാക്കിയുള്ള വരുമാനത്തിൽ നിന്നും സ്വന്തം വരുമാനത്തിൽ നിന്ന് പാവങ്ങളെ സഹായിക്കലും എന്താവശ്യം വന്നാലും അതിലൊന്ന് മുട്ടിമുട്ടി ഞാൻ ആൾക്കാരെ സഹായിക്കും. അതാണ് ആളുടെ ഇത് പറയുന്നത്. ആളിനെ ജയിക്കണം മാത്രം ആളെ ജയിക്കണം. ഇത്ര ആഗ്രഹിക്കണം എന്താണ് നാട്ടിൽ വികസനം കൊണ്ടുവരാനായിട്ട് ആളും എൻ്റെ വേറെ ആളുള്ളോ? നമ്മുടെ പുതുക്കാട് പഞ്ചായത്തിലായാലും ഏത് പഞ്ചായത്തിലായാലും ആളെ പോലെ ഒരു വികസനം കൊണ്ടുവരാനായിട്ട് ഒരാൾ തയ്യാറല്ല. അപ്പൊ ഈ ആരോപണങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ നോക്കിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ ആരോപണങ്ങൾ ഇപ്പൊ എന്റെ വഴിക്ക് നടക്കും. എന്നാലും ഈ വർഷം സുരേഷ് ജയിക്കുന്നത് 100% ഉറപ്പാണ്. 100%. അതെ. അപ്പൊ ഈ പറയുന്ന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയാവാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മന്ത്രിയായിപ്പോ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് കുറഞ്ഞ ഒരു പൂമാലയുടെ പിച്ച് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു നയം, കേരള ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അതിൽ മാറി ഒരു നല്ല നയം വരും.
അതാണ് ഇപ്പോൾ സുരേഷ് ഗോപി കയറി എന്തായാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ബാക്കിയുള്ള ഇപ്പോൾ ഏതൊരു മന്ത്രിമാരെ പോലെ അല്ല, നല്ലൊരു ഉപകാരം ഉണ്ടായിരിക്കും. ഇപ്പം എന്തായാലും വിജയിക്കട്ടെ. ഞങ്ങൾ 40 ഇവിടെ ഉണ്ടാവും, കാണാം നമുക്ക്. 100%. ശരി. അല്ല, നമ്മൾ 100% സുരേഷ് ഗോപി ജയിക്കുന്നു വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അത് എന്തായാലും ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിച്ചിരിക്കും. അതെല്ലാവരും 100% ഉറപ്പ് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തി രാഷ്ട്രീയത്തെക്കാളുപരി ഒരു ജനമനസ്സുള്ള ആളുകളാണ്. സാധാരണക്കാരെ തിരിച്ചറിയുകയും പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. മറ്റെല്ലാ ആളുകളിലും വിട്ട് ഒരു സിനി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും അദ്ദേഹം പണിയെടുത്തുണ്ടാക്കുന്ന സിനിമാ ഫീൽഡിൽ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ അത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക്, വിദ്യാഭ്യാസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അവർക്കൊക്കെ തന്നെ, അതുപോലെ തന്നെ കരൂരൂർ പോലുള്ള സൊസൈറ്റിയിൽ നിന്ന് പണം നിക്ഷേപിച്ച് പൈസ കിട്ടാതെ വരുന്ന സമയത്തൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രമന്ത്രിയാവും. അതിനേക്കാളുപരി തൃശ്ശൂരിൻ്റെ വികസനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും തൃശ്ശൂർ കേരളത്തിൻ്റെ ഒരു മാതൃകാ ലോക്സഭാ മണ്ഡലമാക്കി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ശുഭാപ്തി വിശ്വാസത്തിനാണ് ഞങ്ങൾ.